മറ്റൊരു അച്ഛനും തൊട്ടപ്പുറത്ത് തന്നെ ഇരിക്കുന്നു. ലാലുചേട്ടാ, നിറം എന്ന ചിത്രത്തിന് ശേഷം വീണ്ടും കുഞ്ചാക്കോയുമൊത്ത് അല്ലേ, അതിലും വളരെ ഹാപ്പി ആയിട്ടുള്ള മകനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു അച്ഛനായിരുന്നു. എങ്ങനെയുണ്ട് ഈ ചിത്രത്തിലെ കഥാപാത്രത്തിൽ? ഇതും മകനോട് വളരെ അടുത്ത് നിൽക്കുന്ന അച്ഛൻ തന്നെയാണ്. തോമസിൻ്റെ മകനാണ് രാഹുൽ. ഇത് നിറത്തിൽ ഞാൻ ചെയ്ത ആ രീതിയിലുള്ള ഒരു അച്ഛനല്ല, ഇതിന് വേറെ ഒരു മുഖമാണ് ജിത്തു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ജിത്തു എന്നോട് ഈ കഥാപാത്രത്തെക്കുറിച്ച് എനിക്ക് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരുന്നു. അന്നേരം എൻ്റെ മനസ്സിലുള്ളത് ഇങ്ങനെ, ലാലുച്ചൻ ഈ വേഷം ചെയ്താൽ കൊള്ളാവുന്നതാണ്, ഓക്കെ ജിത്തു ചെയ്യാം. ജിത്തുവിൻ്റെ ഡിക്റ്റേറ്റീവ് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കണ്ടിരുന്നു. അന്നേരം മുതൽ ജിത്തുവിനെ, പിന്നെ അതിനേക്കാളുപരി പിറവത്തിനടുത്താണ്, ജിത്തുവിനെക്കുറിച്ചും ജിത്തുവിൻ്റെ കുടുംബത്തെക്കുറിച്ചും എനിക്കറിയാം. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറച്ചുകൂടെ അടുപ്പായി. ഈ കഥാപാത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജിത്തു എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ജിത്തു അന്നേരം നിറത്തിലും ഞാനിങ്ങനെ അപ്പനായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും, ഇവൻ എൻ്റെ മകനും ഞാൻ അപ്പനുമായിട്ടുള്ള ആ ഒരു അതല്ല, നമുക്കിത് വേറൊരു രീതിയിലാണ്. അങ്ങനെ പറഞ്ഞ് എന്നെ മനസ്സിലാക്കി തന്ന് ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു 5 or 8 സീനുകൾ എൻ്റെ അഭിനയിച്ച് കഴിഞ്ഞെന്ന് തോന്നുന്നു. ആ സീനുകളെല്ലാം ചെയ്തു. അന്നേരം ഇതിൻ്റെ അകത്തൊരു പ്രത്യേക ടച്ചിങ്ങാണ്, ഒരു പ്രത്യേക ഒരു രസമുള്ള, അല്ലെ പ്രത്യേകമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു അച്ഛൻ്റെ വേഷമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിനേക്കാൾ ഉപരിയായിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഇത്രയും വലിയ ഒരു സദസ്സിൽ ഇതിൻ്റെ കൂടെ ഇപ്പം മുകേഷ് പറഞ്ഞു, മുകേഷ് ഇങ്ങനെ പെണ്ണുങ്ങൾ മരത്തെ കയറുന്ന കാര്യം പറഞ്ഞു. അന്നേരത്തിന് അങ്ങനെ മാവിൻ്റെ മുകളിൽ പെണ്ണുങ്ങൾ കയറുവാണെങ്കിൽ എന്തെന്നാ പറയുക അങ്ങനെ കയറുന്ന പെണ്ണുങ്ങളെ? അന്നേരം ഇപ്പം അതിൽ ശരിക്കും മുകേഷ് ഉദ്ദേശിച്ച് എനിക്ക് ചേട്ടാ എനിക്ക് തോന്നുന്നത്, അതായത് പെണ്ണുങ്ങൾ അങ്ങനെ മരം കയറില്ലെന്നും ആണുങ്ങൾ കയറേണ്ടതുപോലെ ആണുങ്ങളാണ് മരം കയറേണ്ടതെന്നും ഒരു ധ്വനി ഇതിൻ്റെ അകത്തില്ലേ? ഇല്ലേ? അതാണ്. അന്നേരം അതെന്താ വ്യക്തമായി പറഞ്ഞു, നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞു. അന്നേരം അതുണ്ടായി. പിന്നെ ഇനിയിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ അടുത്ത മൈക്ക് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഞാനായിട്ട് തന്നെ ഞാൻ കൊടുക്കുവാണ്, ജനാർദ്ദൻ ചേട്ടൻ്റെ കയ്യിലേക്കാണ് കൊടുക്കാൻ പോകുന്നത്. ചേട്ടന് നിറയെ പറയാനുണ്ട്. ചേട്ടന് ഇതിൻ്റെ അകത്ത് ഒരു വൈദികൻ്റെ വേഷമാണ്. ഈ ഒരു സ്വാതന്ത്ര്യത്തിൽ ഇതുപോലുള്ള അനിയന്മാരും അനിയത്തിമാരും മറ്റുള്ള സ്നേഹിതന്മാരും ഒക്കെ ആയിട്ട് ഒരു കൂട്ടായ്മയുടെ വൈകുന്നേരം ഇവിടെ നല്ല തണുപ്പുള്ള ഈ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടാനുള്ള ഒരവസരം കിട്ടി. അത് ഒരു ഭാഗ്യമായിട്ട് നമുക്കെല്ലാവർക്കും കാണാം. ഒരടുത്ത നല്ല വർഷത്തിലേക്കുള്ള ഒരു തുടക്കമായി ഇത് ഭവിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ജനാർദ്ദൻ സാറ്, മുകേഷ് സാർ, വിപിൻ ആൻഡ് ഉർവശി, ഇവരോടൊക്കെ വർക്ക് ചെയ്തിട്ട് ഒത്തിരി വർഷങ്ങളായി. ഐ എം സോ ഹാപ്പി ടു വർക്ക് വിത്ത് ദം. ലാൽ സാറോട് ഞാൻ ചോക്ലേറ്റ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇവരോടൊപ്പം ഞാൻ ഒത്തിരി വർഷങ്ങളായി. സോ അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആൻഡ് ഈ ക്രിസ്മസ് എനിക്ക് വളരെ മെമ്മറബിൾ ക്രിസ്മസ് ആയിരിക്കും. യെസ് യെസ് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ട് ആഘോഷം. എനിക്ക് ഇത് മെമ്മറബിൾ ക്രിസ്മസ്. ആൻഡ് എൻ്റെ മോനായിട്ട് ഞങ്ങളുടെയൊക്കെ സീനൊക്കെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവരുടെ ഫാമിലി ആയിട്ട് ഒരു കുശുമ്പുണ്ട് ഈ ക്യാരക്ടറിൽ. നോട്ട് റിയലി. അതിൻ്റെ അകത്തൊരു ഭയങ്കര ഒരു ശത്രുതയോ അല്ലെങ്കിൽ അതിനെ കൂടുതലായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വല്ലതും ആണെങ്കിൽ ഞാൻ ശാരീരിക ഭാര്യയായിട്ട് എടുക്കുമായിരുന്നു.